കൂട്ടുകാരെ, ഈ ക്രിസ്മസ് പാപ്പേനെ കണ്ടോ നിങ്ങൾ? ഈ ക്രിസ്മസ് പാപ്പേനെ ഇന്ന് രാത്രി 12 മണിക്ക് ഞങ്ങളുടെ ഇവിടെ ഒരു നാട്ടുകൂട്ടുണ്ട് കേട്ടോ, അവർ തയ്യാറാക്കിയതാണ്. അപ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് ഒരു പ്രതീകമായിട്ടാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് രാത്രി 12 മണിയാകുമ്പോൾ ഇവർ എല്ലാവരും കൂടി അത് കത്തിച്ചത് പൊട്ടിച്ച് കളയും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഈ വർഷം നമ്മളെ സ്നേഹിച്ചവരും പരിഗണിച്ചവരും ഒഴിവാക്കിയവരും അതുപോലെ തന്നെ നമ്മൾ ചിരിപ്പിച്ചവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും മനസ്സിലേക്കൊന്ന് ഓർത്തെടുത്തുകൊണ്ട് നമ്മളെ അവർ തിരക്കിയില്ലെങ്കിലും അവർക്കും പുതുവത്സരം നേരുക. ഇത് കണ്ടോ, ഇതെൻ്റെ 2024 എൻ്റെ ഡയറിയാണ് കേട്ടോ. എല്ലാ വർഷവും എനിക്ക് ഓരോ ഡയറി ഉണ്ടാകും. കാരണം എനിക്ക് ഓരോ ദിവസത്തെയും ഓരോ കാര്യങ്ങൾ എനിക്ക് എഴുതി വയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്നും എൻ്റെ ഡയറിയിൽ ഓരോ കാര്യങ്ങൾ എഴുതും. ഇതിൽ എന്നെ വേദനിപ്പിച്ചതുണ്ട്, എന്നെ സങ്കടപ്പെടുത്തിയതുണ്ട്, എന്നെ സ്നേഹിച്ചതുണ്ട്, എന്നെ കരയിപ്പിച്ചതുണ്ട്, എന്നെ പരിഗണിച്ചവരുണ്ട്, എന്നെ ഒഴിവാക്കിയവരുണ്ട്, ഒരുപാട് പേര് ഇതിലുണ്ട് കേട്ടോ. പക്ഷേ ഈ ദിവസം ഞാനതെല്ലാം എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാ ഭാരം ഞാൻ ഇറക്കി വയ്ക്കാറുണ്ട്. ഒരു വർഷക്കാലം എനിക്ക് തന്നു, അതിനെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞു. ഇനിയൊരു പുതിയ ദിവസം അല്ലെങ്കിൽ പുതിയ ആണ്ട് നമുക്കായിട്ട് നാളെ പുനർജനിക്കുകയാണ്. അപ്പോൾ ആ ദിവസം മുതൽ വേറൊരു ഡയറി ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഓരോ ഡയറികൾ നിങ്ങൾ സൂക്ഷിക്കണം. അത് മറ്റുള്ളവരെ അവഹേളിക്കാനല്ല, നമ്മൾ എന്താണെന്നുള്ളത് നമുക്കൊന്നറിയാനായിട്ട്. എൻ്റെ 2008 മുതൽ ഉള്ള ഡയറികൾ, അതായത് എൻ്റെ വിവാഹത്തിൻ്റെ തൊട്ട് മുൻപുള്ള ആ കൊല്ലത്തെ ഡയറി മുതൽ ഇത്രയും വർഷത്തെ ഡയറികൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഡയറികളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കും. ആ ഒരു കുട്ടിത്തമല്ല ഇന്ന് കുറച്ചും കൂടി ബോൾഡായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഡയറി എഴുതുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. 2008 വരെയുള്ള എൻ്റെ ഡയറികൾ മുഴുവൻ ഞാൻ കത്തിച്ച് കളഞ്ഞു. കാരണം അത് എൻ്റെ കുട്ടിക്കാലമായിരുന്നു. മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ എൻ്റെ വിവാഹത്തിന് മുൻപുള്ളതായതുകൊണ്ട് ഞാനത് കത്തിച്ച് കളയായിരുന്നു. അതിന് ശേഷമുള്ളതാണ് ഞാൻ പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതും ഞാൻ കത്തിക്കും. കാരണം നമ്മളുടെ ഓരോ സ്റ്റേജുകൾ മാറുമ്പോൾ നമ്മളത് മാറ്റേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഓരോ ഡയറികളും നല്ലതാണ്. കാരണം ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ് എല്ലാവർക്കും. 2024 നമ്മളോട് വിട പറയുകയാണ് അല്ലേ. ഈ അവസരത്തിൽ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാനുണ്ട്. നമ്മളെ സ്നേഹിച്ചവരോട്, വേദനിപ്പിച്ചവരോട്, സഹായിച്ചവരോട്, വളർത്താനായിട്ട് നമ്മുടെ കൂടെ നിന്നവരോട്, നമ്മുടെ വളർച്ചയിൽ അസൂയ പൂണ്ട് നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞവരോട്, നമുക്ക് തണലായി നിന്നവർ, അങ്ങനെ ഒരുപാട് പേരോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ബന്ധുമിത്രാദികളോട് എന്ന് വേണ്ട നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാവരോടും, ദിനം പ്രതി കാണുന്ന ഓരോരുത്തരോടും നമുക്ക് നന്ദി പറയാനുണ്ട്. ഈ അവസരത്തിൽ ഞാനും എന്നെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ യാത്ര ചെയ്ത വേളകളിലും, ഞാൻ യാത്രയിലായിരുന്നപ്പോഴും, ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും, ജോലി സ്ഥലങ്ങളിലും, ഞാൻ ചെയ്യുന്ന മേഖലകളിലെല്ലാം എന്നെ സഹായിച്ച നിരവധി പേരുണ്ട്. എല്ലാവരോടും സ്നേഹത്തോടു കൂടി ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നാളെ പുലർക്കാലം 2025 പിറവിയെടുക്കുകയാണ്. സമയം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ. പറന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ പൈലറ്റാകാനായിട്ട് വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും നമ്മൾ തളർന്നു പോവുകയും നിരാശരാവുകയും ചെയ്യാറുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് കൂടി വന്നാൽ 78 വർഷമാണ്. ഈ 78 വർഷത്തിൽ 28 വർഷം നമ്മൾ ഉറങ്ങിത്തീർക്കുന്നവരാണ്. 15 വർഷം ജോലിക്ക് വേണ്ടി അലയുകയും ചിലപ്പോൾ അതിൽ ഉയർന്ന് പറക്കാനായിട്ടും സാധിക്കുന്നവരായിരിക്കും. 9 വർഷം നമ്മൾ TVയും അല്ലെങ്കിൽ മൊബൈൽ മീഡിയയിൽ ഒരുപാട് നമ്മൾ സമയം പോക്കുന്നവരായിരിക്കാം. 6 വർഷം വീട്ടുജോലിയൊക്കെ ചെയ്യാനായിട്ടും 4 വർഷം ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട്, ഇല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന്, 3.5 വർഷക്കാലം വിദ്യാഭ്യാസത്തിനും, 2.5 വർഷം ഒരുങ്ങാനും, അതുപോലെ തന്നെ 2.5 വർഷം ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട്, 1.5 വർഷം കുട്ടികളെ നോക്കാനായിട്ട്, 1.5 വർഷം യാത്രകൾ നടത്താനുമൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്നില്ല.
അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം ലഭിക്കും, പക്ഷെ അധ്വാനിച്ചാൽ സമയം കിട്ടും? ഇല്ല, ഒരിക്കലുമില്ല. ഓരോ മിനിറ്റിനും വിലയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. 24 മണിക്കൂർ നമുക്ക് ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സമയത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തിനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഞാനുൾപ്പെടെ പലപ്പോഴും സമയമില്ല അല്ലെങ്കിൽ സമയം പോയി എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെയാണ് എല്ലാവരും എന്ന് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ശരിക്കും ഒരു വർഷക്കാലം പഠിച്ച് അല്ലെങ്കിൽ പഠിക്കുന്ന ആ ഒരു മേഖലയിൽ തോറ്റുപോയ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അറിയാം ഒരു വർഷത്തിൻ്റെ വില എന്താണെന്ന്. അതുപോലെ ഗർഭപാത്രത്തിലെ ഒരു കുഞ്ഞിനെ ആറ്റുനൂറ്റ് മാസങ്ങളോളം കാത്തിരുന്ന ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ആ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ, ആ വേദനയാണ് ഒരു മാസത്തിൻ്റെ എന്തുമാത്രം നൊമ്പരമാണ് ആ അമ്മയ്ക്ക് ഉണ്ടാകുന്നതെന്ന് ആ അമ്മയോട് ചോദിച്ചറിയാം. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു എഡിറ്റർക്കറിയാം ഒരാഴ്ചയുടെ വിഷമം എന്താണെന്ന്. 1 മണിക്കൂർ എന്ന് പറയുന്നത് കാമുകന്മാർ പ്രണയിക്കുമ്പോൾ വിദൂരത്തിലായിരിക്കുന്നവർ തമ്മിലുള്ള ആ ഒരു ഐക്യമുണ്ടല്ലോ, ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ വിലപിടിപ്പുള്ളതാണ്. നമ്മൾ ബസ്സൊക്കെ കാത്തു നിൽക്കുമ്പോൾ 1 മിനിറ്റ് വൈകിയാൽ ചിലപ്പോൾ ബസ്സൊന്ന് പാഞ്ഞു പോകും. പക്ഷേ ആ ഒരു ബസ് പോയതിന് ശേഷം ചിലപ്പോൾ 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബസ് വരുന്നത്. അപ്പോൾ നമ്മളുടെ അന്നത്തെ ദിവസത്തെ എല്ലാ പ്ലാനിങ്ങും അങ്ങ് പോകും. എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഓടി വരുമ്പോഴേക്കും ചിലപ്പം ബസ് പോകും. ബസ് പോയി കഴിഞ്ഞാൽ അന്ന് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് എൻ്റെ ജോലിക്ക് പോകാനായിട്ട് എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഞാൻ ഓടി വരുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ മുന്നേ എൻ്റെ 1 മിനിറ്റ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ ബസ് കിട്ടാനായിട്ട് ഞാൻ ഓടിയെടുക്കുമ്പോൾ ആ ബസ് നഷ്ടപ്പെട്ടു പോകുന്നത്. എനിക്ക് ഓടിക്കയറാനായിട്ടും അല്ലെങ്കിൽ ആ ബസ് പോയി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഓടിച്ചെല്ലുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സർവ്വസാധാരണമായിട്ട് കടന്നു വരുന്ന ഓരോ അനുഭവങ്ങളാണ്. അതുപോലെ ഇനി എനിക്ക് തിരക്കിട്ട് ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഞാൻ കോട്ടയം വരെ പോയി തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എനിക്ക് സാധനങ്ങളും കൊണ്ട് ഇവിടെ ഒരു ചാന്നാനിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് എനിക്ക് പോകണം. അപ്പോൾ ഞാൻ ചിലനേക്കാൾ മുൻപ് ചിലപ്പോൾ വേറെ വണ്ടിക്കാർ കയറി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ബിസിനസ് പോകും എന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം ഓരോ കടകളും കയറി വരുമ്പം എൻ്റെ മുൻപിൽ ഒരു ബസ് പോകുന്നുണ്ട്. അപ്പോൾ ആ ബസ് 1 സെക്കൻഡ് ഒന്ന് നിർത്തി വഴിക്കാൻ ഞാൻ ചാടി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ആ ബസ്സിലത്തെ ഡ്രൈവറുടെ കൈയൊന്ന് പെട്ടെന്നൊന്നായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ബ്രേക്കിന് എന്തെങ്കിലും ഒരു ചലനം കൂടുതൽ വന്നാൽ ചിലപ്പോൾ ഞാനവിടെ തീരാവുന്നതേ ഉള്ളൂ. 1 സെക്കൻഡ് കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പലപ്പോഴും അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്. പക്ഷേ എനിക്ക് വേഗം ഓടിപ്പോയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, എനിക്ക് ആ അടുത്ത എൻ്റെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ എൻ്റെ ആ പരിപാടി ശരിയാക്കണമെന്ന് ഞാൻ വിചാരിച്ചു പോകുമ്പോൾ ആ 1 സെക്കൻഡ് ഒരു തരനാരിഴയ്ക്കൊക്കെ നമ്മൾ രക്ഷപ്പെടാമെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു മാനസികാവസ്ഥ അവർ മനസ്സിലാക്കണമെന്നില്ല. അവരുടെ മാനസികാവസ്ഥ അവർ വേറൊരു ഈ ബസ്സുകാർക്കും അല്ലെങ്കിൽ എന്താ പറയുക ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റൊക്കെ നോക്കിയിട്ടാണ് അവർ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അവരവിടെ സ്റ്റോപ്പിൽ നിർത്തുന്ന സമയത്തായിരിക്കും നമ്മളൊന്ന് പാസ് ചെയ്യുന്നത്. പക്ഷേ ആ പാസിങ് അവരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അപകടമായിട്ട് മാറും. പക്ഷേ ഇന്നങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറയണത്. അപ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ പലരുടെയും ജീവിതങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടാവും. പക്ഷേ ഞാൻ സ്പീഡ് പോകുമ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയും നീ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ എനിക്കത് തോന്നാറില്ല കേട്ടോ. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കൺട്രോളിങ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. പക്ഷെ ചില സമയങ്ങളിൽ നമ്മളുടെ കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ ഓടിപ്പോകുമ്പോഴായിരിക്കും ആ 1 സെക്കൻഡ് പാളുമ്പോൾ നമുക്ക് അപകടം വരാനായിട്ട് ഇടവരുന്നത്. ഇതുവരെ ദൈവം ഒന്നും വരുത്തിയിട്ടില്ല, നാളെയും വരുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ സമയത്തിൻ്റെ വില എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ ആവശ്യമുള്ളതാണ്. 1 സെക്കൻഡും 1 മിനിറ്റും അല്ലെങ്കിൽ 1 മണിക്കൂറും 1 മാസവും ഒരാഴ്ചയും 1 കൊല്ലമൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമുക്കൊരുപാട് കാര്യങ്ങൾ പുറകോട്ട് തിരിഞ്ഞാൽ ഈ 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. അതിൽ നമ്മൾ വേദനിപ്പിച്ചവരുണ്ടാവാം, നമ്മൾ സ്നേഹിച്ചവരുണ്ടാവാം, നമ്മൾ നൊമ്പരപ്പെടുത്തിയവരുണ്ടാവാം, നമ്മൾ നകന്നു പോയവരുണ്ടാകാം, നമ്മളിലേക്ക് അടുത്തവരുണ്ടാകാം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ നമുക്ക് ക്ഷമ പോലും പറയാൻ പറ്റാതെ നമ്മൾ നകന്നു പോയിട്ടുള്ളവരാ ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. അവരോടൊക്കെ തുറന്ന്
മനസ്സോടുകൂടി അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരോട് മനസ്സാമാപ്പ് പറഞ്ഞ് നമുക്ക് 2024 വിട പറഞ്ഞുകൊണ്ട് 2025 വരവേൽക്കാം. ഇത്രയുമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ അടുത്ത വർഷം കാണാം. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.